السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد الأنبياء والمرسلين وآل كل والصحابة أجمعين. أما بعد فأوصيكم وإياي بتقوى الله رب العالمين. نويت الاعتكاف في هذا المسجد لله تعالى. എന്ന നിയ്യത്തോടുകൂടെ അള്ളാഹുവിന്റെ പള്ളിയിലുള്ള ഈ ഒത്തുകൂടൽ അള്ളാഹു നമ്മുടെ മക്കളിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി യാഫിഈ റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ഇർഷാദുൽ യാഫിഈ എന്ന് പറയുന്ന കിതാബിൽ ധാരാളം ഔലിയാക്കന്മാരായ ആളുകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അക്കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട അശൈഖ് അൽ ആരിഫ് അബുറബി റളിയല്ലാഹു തആല അൻഹു അബുറബിഉൽ മാലിഖി റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച് പറയുകയാണ്. ഈ അബുറബിഉൽ മാലിഖി എന്ന് പറയുന്ന ആള് മഹാനായ ഇമാം ഖുറശി പറഞ്ഞു, ഞാൻ ഏകദേശം 600ഓളം ഷെയ്ഖന്മാരെ കണ്ടിട്ടുണ്ട്. 600 ഷെയ്ഖന്മാർ കാലഘട്ടത്തിൽ, അത്രയൊക്കെ മശായിഖന്മാരും ഷെയ്ഖന്മാരൊക്കെ ഉള്ള കാലഘട്ടമാണ്. അങ്ങനെ 600ഓളം മശായിഖന്മാർ. അപ്പൊ നമ്മുടെയൊക്കെ തുടക്കത്തിൽ, നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ധാരാളം മഹത്തുക്കളായ ആൾക്കാർ, ബഹുമാനപ്പെട്ട വടകര മുഹമ്മദ് ആജി തങ്ങള്, കുണ്ടൂർ ഉസ്താദ്, ഓക്കെ ഉസ്താദ്, അതേപോലെ ഹിബത്തുള്ള തങ്ങള്, ഇങ്ങനെ ധാരാളം ആളുകളെ നമുക്ക് എണ്ണാനുണ്ടായിരുന്നു. ഇപ്പോ ആ സ്ഥാനത്ത് അങ്ങനത്തെ ആൾക്കാരൊന്നും ഇപ്പൊ നമുക്ക് എണ്ണാനില്ല. അത്തരം ആളുകൾ, അങ്ങനത്തെ ആൾക്കാരൊന്നും ഇല്ലാതായിപ്പോയി. അങ്ങനെ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ആൾക്കാരെ പോലത്തെ ആൾക്കാരും ഉണ്ടാവില്ല. പ്രയാസങ്ങൾ, വിഷമങ്ങളൊക്കെ വരുമ്പോ സമീപിച്ച് ഒന്ന് ദ്വാരന്നാൽ, എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ വലിയ ആശ്വാസം കിട്ടുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പോ ഇമാം ഖുറശി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ 600 മശായിഖന്മാർ. ഈ 600 മശായിഖന്മാരെ ഞാൻ കണ്ടു എന്ന് മഹാനവറുകൾ പറഞ്ഞു. ലഖീതു മിനൽ മശായിഖി ഖരീബൻ മിൻ 600 ശൈഖിൻ. ഞാൻ അവരൊക്കെ കണ്ടിട്ടുണ്ട്. ഫഖ്തദൈതു മിൻഹു. അതും പഴയ കാലത്തുള്ള ഒരു സ്വഭാവത്തിൽപ്പെട്ടതാണ്. നല്ല മശായിഖന്മാർ, ചാപ്പരങ്ങാടി ബാപ്പു മുസ്ലിയാരെ പോലത്തെ ആൾക്കാർ, കക്കിടിപ്പുറം റഹ്മഹുള്ള, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ, ആലുവായി അബൂബക്കർ മുസ്ലിയാർ, ഇതൊക്കെ നമ്മുടെ ഉസ്താദുമാരുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വലിയ വലിയ മഹാന്മാരാണ്. ഹിബത്തുള്ള തങ്ങൾ, ചാവക്കാട് ഹിബത്തുള്ള തങ്ങൾ തുടങ്ങി നമുക്ക് തന്നെ എണ്ണാൻ കുറെ ആളുകളുണ്ട്. അവരെയൊക്കെ അന്നുള്ള ആൾക്കാർ പോയി കാണും. അതിനവർ സമയം കണ്ടെത്തും. അത് അവരുടെ ഒരു പ്രത്യേകതയായിരുന്നു. പുതിയാപ്പുഴ അബ്ദുറഹ്മാൻ മുസ്ലിയാരെ പോലത്തെ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവർ കാണുകയും അവരെ കൊണ്ട് ദ്വാരപ്പിക്കുകയും കുട്ടികളെ കൊണ്ടുപോവുകയും കുട്ടികളെ തലയിൽ കൈവപ്പിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെയുള്ളൊരു പതിവ് ഉണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് കുട്ടികളൊക്കെ നന്നാവും. മറ്റേ ഒരു ദുആ, അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള വലിയ വലിയ ഫലങ്ങൾ ധാരാളമായി കാണാൻ സാധിക്കും. അപ്പൊ പറഞ്ഞു വരുന്നത്, ഞാൻ 600ഓളം ആൾക്കാരെ കണ്ടു. പക്ഷെ അതിൽ നിന്ന് ഞാൻ എൻ്റെ ഷെയ്ഖായിട്ട് 4 ആൾക്കാരെയാണ് തിരഞ്ഞെടുത്തത്. ഈ 600 ആൾക്കാരിൽ നിന്ന് 4 ഷെയ്ഖന്മാരെയാണ് ഞാൻ തിരഞ്ഞെടുത്തത്. ഒന്ന് ഷെയ്ഖ് അബീസുൽ ഖുർളി, അബുറബിഉൽ മാലിഖി, അബുൽ അബ്ബാസുൽ ജൂസി, അബു ഇസ്ഹാഖ് ദരീഫ് റളിയല്ലാഹു അൻഹും അജ്മഈൻ. അപ്പൊ അവരിൽപ്പെട്ട ഈ 4 ആൾക്കാരിൽപ്പെട്ട ഒരാളാണ് മഹാനായ അബുറബിഉൽ മാലിഖി റളിയല്ലാഹു തആല അൻഹു. മഹാനവറുകൾ പറയാണ്, അബുറബിഉൽ മാലിഖി തങ്ങൾ പറയാണ്, സമിഅതു ബി ഇംറാഅത്തിൻ മിനസ് സ്വാലിഹാത്തി ഫീ ബഅദിൽ ഖുറാ ഇഷ്തഹറത അംറുഹ. നല്ല ഒരു സാലിഹത്തായ ഒരു ഉമ്മ അടുത്ത രാജ്യത്തുണ്ടെന്ന് ഞാൻ കേട്ടു. അങ്ങനെ കേട്ടു. അടുത്ത രാജ്യത്ത്, അടുത്ത മഹല്ലത്തിൽ ഒരു സാലിഹത്തായ ഉമ്മയുണ്ട്. ഇഷ്തഹറ അംറുഹ. അവരെ പറ്റി നല്ല
പ്രസിദ്ധിയുണ്ട്, ആൾക്കാരൊക്കെ അവരെ പറ്റി ഇങ്ങനെ പറയുന്നുണ്ട്, നല്ലൊരു സ്വാലിഹത്തായ ഉമ്മണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. മക്കാനമിൻ തൈബിന അല്ല നസൂറ ഇമ്രാത്തൻ, ഞങ്ങൾ സാധാരണഗതിയിൽ പെണ്ണുങ്ങളൊന്നും പോയി സന്ദർശിക്കാറില്ല, പെണ്ണുങ്ങളായ ആൾക്കാരൊന്നും ഞങ്ങൾ പോയി സന്ദർശിക്കാറില്ല. മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളാണ് റാബിയത്തുൽ അദവിയ. ആ റാബിയത്തുൽ അദവിയ റളിയല്ലാഹു തആല അൻഹയുടെ അരികിൽ പോയി ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹു ദ്വാരപ്പിക്കാറുണ്ട്. ഷാഫി ഇമാമിന്റെ കാലത്ത് ജീവിച്ചിരിപ്പുള്ള ആളാണ് നഫീസത്തുൽ മിസ്രിയ. അവരുടെ അടുത്ത് പോയിട്ട് ഷാഫി ഇമാം ദ്വാരപ്പിക്കാറുണ്ട്. ഷാഫി ഇമാമിന് പോകാനൊക്കെ കഴിയാതെ രോഗമായ സമയത്ത് മക്കളെ പറഞ്ഞയച്ചിട്ട് ദ്വാരപ്പിക്കും. അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പൊ എനിക്കറിയാം, വാപ്പാന്റെ ഷെയ്ഖാണ്, നമ്മളും ഷെയ്ഖാണ് കക്കിടിപ്പുറം അബൂബക്കർ റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പൊ വാപ്പാക്ക് പോകാൻ കഴിയാത്ത സമയത്ത് ഞങ്ങളെ പറഞ്ഞയച്ചിട്ട് ഇന്നിനമാരൊക്കെ പറയണം, അവരോട് ഇന്നത് ചോദിക്കണം, ഇന്നത് മനസ്സിലാക്കണം, അവരടുത്ത് ചെല്ലുമ്പോൾ കടക്കാൻ പറ്റൂല്ല എന്ന് നോക്കണം, അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോകരുത് എന്നൊക്കെ പറഞ്ഞു തരും. അങ്ങനൊക്കെ പറഞ്ഞു തന്നിട്ട് ആ അദബുകളൊക്കെ മര്യാദകളൊക്കെ എങ്ങനെയാണ് പാലിക്കേണ്ടത് എന്നൊക്കെ പഠിപ്പിച്ചു തന്നിട്ട് പറഞ്ഞേക്കും. ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്, നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പെട്ടെന്നൊന്നും ഒരു സുപ്രഭാതത്തിലൊന്നും കുട്ടികളെ കൊണ്ട് നന്നാവുന്നില്ല. നമ്മളും ഒരു മെനക്കെട്ടിട്ട് അത് എങ്ങനെയൊക്കെ ആക്കണം എന്നുള്ളത് പഠിപ്പിച്ചെങ്കിലേ അത് ആവുള്ളൂ. ഓരോന്നോരോന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരും, ഓരോ ഘട്ടത്തിൽ പറഞ്ഞു കൊടുക്കേണ്ടി വരും. കല്യാണം കഴിക്കുമ്പോൾ നിക്കാഹ് ചെയ്യുമ്പോൾ ഇന്ന നിക്കാഹ് ചെയ്യുന്ന അവസരത്തിൽ എന്ത് ചെയ്യണം, അത് നിസ്കരിക്കണം, നിക്കാഹിന്റെ റക്അത്ത് നിസ്കരിക്കണം, ഇന്ന ആളോട് പോയി മുഷാവറ ചെയ്യണം, അവിടെ പോയി അന്വേഷിക്കണം, ഇവിടെ പോയി അന്വേഷിക്കണം, ഇങ്ങനെ ഓരോന്ന് രക്ഷിതാക്കന്മാർ പറഞ്ഞു കൊടുക്കണം. ഇത് പടോളം മുളച്ചമാതിരി കുട്ടികൾ ഇങ്ങനെ മുളച്ചു പൊന്തിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഒരു പുറത്തുണ്ടാവും. ഈ പടോളം മുളച്ചമാതിരി എന്ന് പറയാറുണ്ട് പഴയ കാലത്ത്, പടോളം മുളച്ചമാതിരി. അതിനിപ്പോ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതില്ല, ഒരു പരിചരണം നടത്തേണ്ടതില്ല. അപ്പൊ അങ്ങനെയാണ് കുട്ടികളെ വളർത്തിക്കഴിഞ്ഞാൽ ഒരു പിടുത്തും കുട്ടികളെ മേലിൽ ഉണ്ടാവില്ല, കുട്ടികൾക്ക് യാതൊരു പിടുത്തും ഉണ്ടാവില്ല, കുട്ടികൾക്ക് നമ്മളെ ഓർമ്മ ഉണ്ടാവില്ല, നമ്മളെ പറ്റി യാതൊരു ഓർമ്മ ഉണ്ടാവില്ല. നമ്മളെ വാപ്പ അങ്ങനെ, ഇപ്പൊ ഞാൻ കണ്ടില്ല, ഓരോ സമയത്തും നമ്മൾ പറയുന്നു വാപ്പ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. അപ്പോ അങ്ങനെ ആവുമ്പോൾ കുട്ടികൾക്ക് ഇത് മനസ്സിലാവുകയും ആ കുട്ടികൾ അവരുടെ മക്കൾക്കും അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് ഒരു അദബും ചിട്ടയും ഒക്കെയുള്ള ഒരു കുടുംബമായി നമ്മുടെ കുടുംബം മാറും. അല്ലെങ്കിൽ ഇങ്ങനെ താന്തോന്നികളായി നടക്കുന്ന രൂപത്തിലാവും. അപ്പോ ഈ ഷാഫി ഇമാം പലപ്പോഴും പോയിട്ടുണ്ട്, ധാരാളം സമയത്തിന് ഫീസത്തുൽ മിസ്രിയാന്റെ അടുത്ത് പോയി ദ്വാരപ്പിച്ചിട്ടുണ്ട്. അത് പഴയ കാലത്ത് അങ്ങനെ ഇവിടെയും നമ്മുടെ നാട്ടിലൊക്കെ വലിയ ആബിദത്തുകളായ ഉമ്മമാരുണ്ടായിരുന്നു, ധാരാളം ഇബാദത്ത് ചെയ്യുന്ന, ഖുർആൻ ഓതുന്ന, അതേപോലെ തന്നെ നിസ്കരിക്കുന്ന, നോമ്പ് നോൽക്കുന്ന, സുന്നത്തായ കാര്യങ്ങളൊക്കെ കൂടുതൽ ചെയ്യുന്ന ഉമ്മമാരും അവർക്ക് ദുആക്ക് ഉത്തരം കിട്ടിയിരുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അവരടുത്തൊക്കെ മശായിഖന്മാർ പോകും, അവരൊക്കെ വിരിന്റെ അപ്പുറത്തുണ്ടാകും, വിരിന്റെ അപ്പുറത്ത് നിന്നിട്ട് അവരോട് ദ്വാരക്കാൻ വേണ്ടി പറയും. അപ്പൊ പലപ്പോഴും എന്റെ വാപ്പ വഫാത്തായതിന്റെ ശേഷം വീട്ടിൽ പലരും വരാറുണ്ട്, വാപ്പാന്റെ ശിഷ്യന്മാരൊക്കെ വന്നിട്ട് ഉമ്മാനെ കൊണ്ട് ദ്വാരപ്പിക്കും. വീട്ടിന്റെ പുറത്തുനിന്ന് അവർ നിന്നിട്ട് അത് വരക്കാൻ വേണ്ടി പറയും. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ വാപ്പ തന്നെ മഹാനായ ഖുത്ബി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഭാര്യന്റെ അടുത്തേക്ക് ദ്വാരപ്പിക്കാൻ പറഞ്ഞയച്ചിട്ടുണ്ട്. അവർക്ക് സംഭാവന കൊടുത്തയക്കും, പൈസ കൊടുത്തയക്കും, എന്നിട്ട് ദ്വാരക്കാൻ വേണ്ടി പറയും. പ്രത്യേകിച്ച് വിധവകളാണെങ്കിൽ അവരെ സഹായിക്കൽ വലിയ കൂലിയുള്ള കാര്യമാണ്, വിധവകളെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് യതീമക്കളെ കാര്യം പറഞ്ഞതോട് കൂടെ തന്നെ വിധവകളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. വിധവകൾ, ഭർത്താക്കന്മാരില്ലാത്ത, പഴയ കാലത്ത് വായപ്പാടി പെണ്ണുങ്ങൾ എന്ന് നമ്മൾ അവരെ പറ്റി പറയും. അവരെ നിങ്ങൾ നോക്കണം, കാരണം അവർ മാനസികമായി വലിയ തകർച്ചയുള്ള ആൾക്കാരായിരിക്കും, മാനസികമായി അവർക്ക് പ്രയാസം ഉണ്ടാവും. വിധവകളായ ആൾക്കാർക്ക് ഭർത്താവ് ഇല്ലെങ്കിൽ മനസ്സിന് പല പ്രയാസങ്ങൾ ഉണ്ടാവും. കുട്ടികൾ ഉണ്ടായിരുന്നാൽ തന്നെ ആ കുട്ടികളോട് ഒരു കാര്യം പറയുന്നതിനേക്കാളും ധൈര്യത്തിൽ അവർക്ക് ഭർത്താക്കന്മാരോട് പറയാൻ കഴിയും. ഭർത്താക്കന്മാരുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ആ മാനസികമായ സുഖം ഭർത്താവ് നഷ്ടപ്പെട്ടാൽ പെണ്ണുങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് അത്തരം പെണ്ണുങ്ങൾ അവർക്ക് ഡ്രസ്സ് കൊടുക്കും, അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കുന്ന ഒരു സമ്പ്രദായം പഴയ കാലത്ത് നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നു. അതൊന്നും ആരും അറിയില്ല, ആരും അറിയാതെ അത് കൊണ്ടേ കൊടുക്കും. എനിക്ക് ഓർമ്മയുണ്ട്, ചെറുപ്പത്തിലൊക്കെ യത്തീമുകളായ ആൾക്കാരെ, അന്ന് യത്തീംഖാനയും സംവിധാനമൊക്കെ ഇല്ലാത്ത അവസരത്തിൽ അവരെ തെരഞ്ഞു പിടിച്ചിട്ട് അവരെ വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കും, കഞ്ഞി കൊടുക്കും, പൈസ കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, വീട്ടിൽ ഉമ്മ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ് എന്നുള്ളത് നമുക്കാദ്യം ബോധ്യമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പ്രത്യേകിച്ച് ഹജ്ജത്തുൽ വദായിൽ പറഞ്ഞതാണ്. യത്തീമക്കളെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, അതേപോലെ തന്നെ ഭർത്താക്കന്മാരില്ലാത്ത പെണ്ണുങ്ങളെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ
ഐത്താമ് അറാമിൽ രണ്ടും ഒപ്പാ പറയാം. ഐത്താമ് എന്ന് പറഞ്ഞാൽ യതീമക്കൾ, അറാമിൽ എന്ന് പറഞ്ഞാൽ വിധവകൾ. ഈ വിധവകളൊക്കെ നിങ്ങൾ സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ സ്വാലിഹത്തുകളായ ഉമ്മമാരെ സന്ദർശിക്കുകയും അവരെ കൊണ്ട് ദ്വാരിപ്പിക്കുകയും ചെയ്യുന്ന പരിപാടി പഴയ കാലത്ത് ഔലിയാക്കന്മാരെടുത്തുണ്ട്. അപ്പൊ അബൂ റബീഉൽ മാലിക്കി പറയാണ്, ഞങ്ങളങ്ങനെ സാധാരണ പെണ്ണുങ്ങളെടുത്തൊന്നും പോകാറില്ല, പക്ഷെ ഇങ്ങനെ ഒരു ഉമ്മ, നല്ലൊരു ഉമ്മ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോ ഞങ്ങൾ കാണാൻ വേണ്ടി പോയി. കാണാൻ വേണ്ടി പോയി എന്നാലും ദ്വാരിപ്പിക്കാൻ വേണ്ടി പോയി. അപ്പൊ അവിടെ എന്തോ ഒരു ആടുണ്ടെന്നും, അപ്പോ ആ ആട് പാലും അതുപോലെ തന്നെ തേനും രണ്ടും ആ ആടിൽ നിന്ന് ലഭിക്കുന്നുണ്ടെന്നും കേട്ടു. ആ ഉമ്മന്റെ അടുത്ത് ഒരു ആടുണ്ട്, ആ ആടിനെ കടന്നാൽ പാലും കിട്ടും തേനും കിട്ടും. അപ്പൊ ഞങ്ങൾ അതൊന്നും കാണാൻ വേണ്ടി, ആ ഒരു കറാമത്ത് കാണാൻ വേണ്ടി ഞങ്ങൾ പോയി. അങ്ങനെ ചെന്നപ്പോ ആ ഞങ്ങൾക്ക് അറിയപ്പെട്ടു തുഹലബുലന അസലം ലബനൻ വഅസലൻ. അങ്ങനെ ഫഷ്തറൈന ഖദഹൻ ജദീദൻ ലം യൂദഅ ഫീ ഷൈഉൻ. ഇതൊന്ന് പരീക്ഷിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊരു പുതിയൊരു പാത്രം വാങ്ങിച്ചു. ആ പാത്രത്തിൽ ഞങ്ങൾ ഒന്നും വെച്ചില്ല. ഇനിയിപ്പോ തട്ടിപ്പാണെന്ന് മനസ്സിലാക്കണ്ട, കാരണം അവിടെയുള്ള പാത്രത്തിൽ നിന്നിട്ട് പാല് തന്നാല് ആ തേനും കലർത്തിയിട്ട് വരുവാണെങ്കിൽ ഉൾക്ക് തരാലോ. അപ്പൊ അതുകൊണ്ട് ഫ്രീ പാത്രം, ഒന്നുമില്ലാത്ത ഒരു പാത്രം ഞങ്ങള് അങ്ങാടിയിൽ നിന്ന് വാങ്ങിച്ചു. ആരായി പറയുന്നത്? അബൂ റബീഉൽ മാലിക്കി റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഇമാം ഖുറശി പറഞ്ഞ 600 മശായിഖന്മാരുടെ കൂട്ടത്തിൽ നിന്ന് മഹാനവറുകൾ തെരഞ്ഞെടുത്ത 4 ആൾക്കാരിൽപ്പെട്ട ഒരാളാണ് ഈ അബൂ റബീഉൽ മാലിക്കി. വലിയ ആളാണ്. എന്നിട്ട് മഹാനവറുകൾ പറയാണ്, ഞങ്ങൾ ഒരു പാത്രം മേടിച്ചു. അങ്ങനെ ഞങ്ങൾ സലാം ചൊല്ലി. അത് പ്രായമുള്ള ഉമ്മമാര്, സ്വലാഹിന്റെ ആൾക്കാര്, നല്ല ആൾക്കാര്, ഇവർക്കൊക്കെ സലാം ചെല്ലാം. ഒരു പുരുഷൻ സ്ത്രീക്ക് സലാം ചെല്ലുമ്പോഴും സ്ത്രീ പുരുഷന് സലാം ചെല്ലുമ്പോഴും അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. യുവതികളായ പെണ്ണുങ്ങൾക്ക് അത് സലാം ചെല്ലൽ കറാഹത്താണ്. നേരെ മറിച്ച് യുവതികളായ പെണ്ണുങ്ങൾ ആണുങ്ങൾക്ക് സലാം ചെല്ലൽ ഹറാമുമാണ്. അത് രണ്ടും വ്യത്യാസമുണ്ട്. ഒരു പെണ്ണ് ഒരാണിന് സലാം ചൊല്ലിക്കഴിഞ്ഞാൽ ആ ആണ് പെണ്ണിനോട് വല്ലാതെ അടുത്തു പോകും. ഒരു പെണ്ണ് ആണിനോട് ചിരിക്കുന്നതും ആണ് പെണ്ണിനോട് ചിരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ആണുങ്ങൾ അങ്ങനെ ചിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ പെണ്ണ് ചിരിച്ചിട്ടുണ്ടെങ്കിൽ ആ പെണ്ണിന്റെ വലയിൽ കുടുങ്ങി എന്നുള്ളൊരു തോന്നൽ പുരുഷന്മാർക്ക് വരും. അതുകൊണ്ടാണ് ആണുങ്ങൾ അങ്ങോട്ട് ചിരിക്കുന്നതും പെണ്ണുങ്ങൾ ഇങ്ങോട്ട് ചിരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ആണ് പെണ്ണിന് സലാം ചെല്ലുന്നതും പെണ്ണ് ആണിന് സലാം ചെല്ലും. അന്യ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള വിഷയ പറഞ്ഞത്. പങ്കന്മാർക്ക് സലാം ചെല്ല, ഭാര്യക്ക് സലാം ചെല്ല, മക്കൾക്ക് സലാം ചെല്ല, പേരക്കുട്ടികൾക്ക് സലാം ചെല്ല, അമ്മായിക്ക് സലാം ചെല്ല. ഇതൊന്നും അല്ല ഈ പറയുന്നത്. അതൊക്കെ സുന്നത്തായ കാര്യമാണ്. മുസാഫഹത്ത് ചെയ്യലും സുന്നത്താണ്. മുസാഫഹത്ത് ചെയ്യൽ കൈ കൊടുക്കൽ സുന്നത്താണ്. പങ്ങളെ കണ്ടാൽ പിന്നെ സലാം ചൊല്ലിയിട്ട് കൈ കൊടുക്കൽ സുന്നത്താണ്. മക്കളെ കണ്ടാൽ സലാം ചൊല്ലി കൈ കൊടുക്കൽ സുന്നത്താണ്. മുസാഫഹത്ത് ചെയ്യലൊക്കെ സുന്നത്താണ്. അതൊന്നും വിരോധം. മരുമകളെ കണ്ടാൽ സലാം ചൊല്ലി കൈ കൊടുക്കൽ സുന്നത്താണ്. അതൊക്കെ ഒന്ന് പതിവാക്കിയാൽ നടക്കുമത്. ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിലും ഒന്നിങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നടക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു ശീലം നമ്മളെ വീട്ടിലുണ്ടായാൽ, ഇപ്പൊ നമ്മൾ ചെന്നാല് വാപ്പാടെ കുത്തിയിട്ടുണ്ടാവും, വാപ്പാക്ക് ഇപ്പൊ എങ്ങനെ കൈ കൊടുക്കുക? ഒരു മടി. ഉപ്പാക്ക് എങ്ങനെ ഇപ്പൊ കൈ കൊടുക്കുക? അതിനൊരു മടി. ജ്യേഷ്ഠയുടെ കുത്തിയിട്ടുണ്ടാവും, ഓനക്ക് ഇപ്പൊ എങ്ങനെ കൈ കൊടുക്കുക? ഒരു 2 വട്ടം കൊടുത്തു കഴിഞ്ഞാൽ മടി തീർന്നു. 2 വട്ടം കൊടുത്തു കഴിഞ്ഞാലേ കഴിഞ്ഞു. അപ്പൊ അപ്പുറത്ത് പങ്ങളുണ്ട്, ആ പങ്ങൾക്ക് ഇപ്പൊ ചെന്നിട്ട് ഇതുവരെ കൈ കൊടുത്തിട്ടില്ല, ഇപ്പൊ ചെന്നിട്ട് കൈ കൊടുക്കൽ എങ്ങനെ എന്നൊരു തോന്നലുണ്ടാവും. ഒരു ചമ്മല് എന്നാണ് അതിനെ പറ്റി പറയാം. അപ്പൊ അതുണ്ടാവും. അതുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ തീർന്നത്. ഇപ്പൊ മരുമോളുണ്ട്, മരുമോൾ അസ്സലാം വലൈക്കും, അവൾക്ക് സലാം ചെല്ലില്ല, കൈ കൊടുക്കുക. എന്താ വർത്താനം എന്നൊക്കെ ചോദിച്ചിട്ട് ചെല്ലലാണ്. എന്താ വർത്താനം? സുഖം തന്നെയല്ലേ? ഏത് അങ്ങനെ ചെല്ലുന്ന അസ്സലാം വലൈക്കും അത് കൈയൊക്കെ കൊടുത്താൽ ഓളും വിചാരിച്ചത് എന്താ അത് പുതിയ പരിപാടി. അപ്പൊ 2 ദിവസം കഴിഞ്ഞാൽ ശരിയായി, അതാണ് മാറിപ്പോ. അപ്പൊ ഒരു ബന്ധം, ഒരു വീട്ടിൽ നല്ലൊരു റാഹത്തുള്ള ഒരു അന്തരീക്ഷം. എല്ലാവർക്കും ഒന്ന് കൈ കൊടുത്ത് അപ്പൊ ഓൾക്കും ഒരു സന്തോഷമായി. എന്താ മക്കളെ സുഖം തന്നെയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ വല്ലാത്തൊരു സന്തോഷം. അങ്ങനെ ചില ആൾക്കാരുണ്ട് 5 മിനിറ്റ് കൊണ്ട് ആ സദസ്സിലെ മുഴുവൻ ആൾക്കാർ ഉപരിണ്ടാവും. അവിടുത്തെ കൈയെടുത്ത് സുഖം തന്നെയല്ലേ. അങ്ങനെ ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ആ വെള്ളിയാഴ്ച ജുമഅക്ക് പങ്കെടുത്ത മുഴുവൻ ആൾക്കാർ ഉപരിണ്ടാവും. അതിന് 5 മിനിറ്റ് ഉപരിക്ക് വേണ്ടി എന്നിട്ടുണ്ടാവും. അപ്പൊ എന്താ സുഖം തന്നെയല്ലേ, എന്താ റാഹത്തന്നല്ലേ എന്നിങ്ങനെ എല്ലാരോടും ചോദിച്ച് അങ്ങനെ ഉണ്ടായ ചില ആൾക്കാർ. അത് നല്ലൊരു സ്വഭാവം. എന്നാൽ എല്ലാരെയും പരിഗണിച്ച് എല്ലാവർക്കും കൈ കൊടുക്കുക എന്നുള്ളത്, ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. കുടുംബത്തിലൊക്കെ അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു ബന്ധം നമ്മൾ ഇങ്ങനെ സ്ഥാപിച്ചെടുക്കുകയാണെങ്കിൽ അതൊരു പ്രകാശമാവും. അത് പിന്നെ നമ്മുടെ കുട്ടികളിൽ നിന്നിട്ട് അതിങ്ങനെ പടർന്ന് പന്തലിച്ച് ഒരു നല്ല ഒരു അന്തരീക്ഷം
വീട്ടിൽ നമുക്ക് സൃഷ്ടിക്കാൻ ഇതുകൊണ്ടൊക്കെ സാധിക്കും. അതൊക്കെ മഹാന്മാരായ ആൾക്കാർ ചെയ്തിരുന്ന കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു വന്നാൽ ചിലപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു വന്നിട്ടുണ്ടെങ്കിൽ കാലും അങ്ങനെ നിർത്തും. കേറ് കേറ് ഇങ്ങോട്ട് കേറ് ഇങ്ങോട്ട് കേറ് ഇങ്ങോട്ട് കേറ് തറക്ക് 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 ഇങ്ങോട്ട് കേറി 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 നെഞ്ച് ആ കുട്ടി നെഞ്ചുമ്മൽ ഇങ്ങനെ നിൽക്കും. റസൂലുള്ളാഹിന്റെ നെഞ്ചുമ്മൽ എന്നിട്ട് അപ്പൊ ആ കുട്ടിന്റെ ഹുസൈൻ റളിയല്ലാഹുവിന്റെ കുട്ടിന്റെ വായ റസൂലുള്ളാഹിന്റെ വായനോട് നേർക്ക് വന്ന് ഇഫ്തഹ് ഫാക്ക്, വായ തുറക്കും മോനെ വായ തുറക്കും മോനെ എന്ന് പറഞ്ഞിട്ട് ആ വായന്റെ ഉള്ളിൽ ഒരു മുത്തം കൊടുക്കും. വായന്റെ ഉള്ളിൽ ഇങ്ങനെ കയറ്റിയിട്ട് റസൂലുള്ള പേരക്കുട്ടിനെ കയറ്റി നെഞ്ചുമങ്ങനെ റസൂലിന് ആ കുട്ടി നെഞ്ചുമങ്ങനെ നിന്നിട്ട് അത് ഹദീസിൽ സഹീഹ് മുസ്ലിമിന്റെ ഹദീസിലൊക്കെ കാണും. അങ്ങനെ കുട്ടികളേറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെരുമാറും. അതിനൊക്കെ നമുക്ക് ഒന്നിനും തിരക്കാണ് നേരമില്ല എന്ന് പറഞ്ഞാൽ പറ്റൂല. നേരം അതിന് കണ്ടെത്തണം. കുട്ടികൾക്കൊക്കെ അങ്ങനെ ആ ഹദീസുകളൊക്കെ ഇപ്പൊ ഞാൻ ചെന്നാൽ എന്റെ പേരക്കുട്ടികളെല്ലാവരും കൂടി വരും. എനിക്കാണെങ്കിൽ തീരെ നേരം ഉണ്ടാവില്ല. എന്നിട്ട് അവിടെ കയറി അതും വന്ന് തീർത്ത് അപ്പൊക്കെ എനിക്ക് ചിലപ്പോ ഇങ്ങനെ എന്തോ ആകും, തിരക്കിട്ട് എവിടേക്കെങ്കിലും പോയി പീറ്റുകളെല്ലാം കൂടി കയറിയിട്ട് അവിടെ കയറി അത് തീർത്ത് മറ്റെടുത്ത് ആ പേനെടുത്ത് മറ്റെടുത്തിട്ടൊക്കെ ആകുമ്പോ അപ്പോഴൊക്കെ എനിക്ക് ഈ ഹദീസ് ഓർമ്മ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര തിരക്കുള്ള ആളാ. എന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതിന് സമയം കണ്ടെത്തുന്നു? ഈ കുട്ടിനെ ഇങ്ങനെ കയറ്റി നെഞ്ചുമ്പോ കയറ്റിയിട്ട് ഇങ്ങനെ താലോലിക്കാനോ ഓമനിക്കാനോ ഒക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരം കൊണ്ട് അതിനെക്കാട്ടും തിരക്കായപ്പോ എനിക്ക്. അപ്പൊ അതുകൊണ്ട് അത് സഹിക്കും. അത് സഹിക്കേണ്ടി വരും. ചിലപ്പോ നമ്മൾ തുണിയിട്ടാ തുണിയൊക്കെ പോലും മുട്ടായി നിന്നിട്ട് കുടിച്ചുകാണ്ട് അതിമ കറായിട്ടുണ്ടാവും. അപ്പൊ അത് കഴുകേണ്ടി വരും. നിർബന്ധമായിട്ടുക അത് നമ്മൾ ഐറ്റങ്ങൾക്ക് പത്രമല്ലേ ഉള്ളൂ. ഐറ്റങ്ങൾക്ക് ഒരു വലിയ അതല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഐറ്റങ്ങൾക്ക് പിടിക്കാനും അതിനൊക്കെ നിന്ന് കൊടുക്കണം. അതിനൊക്കെ സമയം കണ്ടെത്തണം. ചിലപ്പോൾ ആരെങ്കിലും ഒരാൾ വന്നിട്ട് സംസാരിക്കുമ്പോൾ ഇവര് വന്നിട്ട് മടിയിൽ കയറി കുത്തിരിക്കും. അപ്പൊ ചിലപ്പോൾ അതിന് മൂത്രം ഉണ്ടാവും, തുണിയിൽ ഒന്നായിട്ട് മൂത്രമാവും. അപ്പൊ അത് പോയി കഴുകേണ്ടി വരും. അപ്പൊ അവർക്ക് നമ്മൾ സൗകര്യം ചെയ്ത് കൊടുക്കുക, നമ്മൾ പോയി കഴുകുക. നമുക്ക് അപ്പൊ അതിന് ദേഷ്യം പിടിക്കല്ലേ വേണ്ടത്. ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. അങ്ങനെയാണ്. അതിനൊന്നും നേരമില്ല സമയമില്ല എന്നത് ഒരു ശരിയായ രൂപമല്ല. അതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തണം, നേരം കണ്ടെത്തണം. ചിലപ്പോഴൊക്കെ 2 പേരക്കുട്ടികൾ വന്നിട്ട് ഒരു പേരക്കുട്ടി ഇവിടെ കുത്തിരിക്കും, ഒരു പേരക്കുട്ടി ഇവിടെ കുത്തിരിക്കും. എന്നിട്ട് ഭാര്യ ഇപ്പൊ എങ്ങനെ ഭക്ഷണം കഴിക്കുക, 2 ആളോട് കയറി കുത്തിരുന്നാൽ എങ്ങനെ ഭക്ഷണം കഴിക്കുക എന്ന് ചോദിക്കാം. അവിടെ ഇന്നോട്ടേ അറിയാൻ ഓൽക്കിപ്പോ ഇരിക്കാൻ കിട്ടുന്ന ഒരു നേരമാണ്. അപ്പൊ ഇരിക്കാൻ കിട്ടുന്ന നേരത്ത് ഓരവിടെ ഇരിക്കട്ടെ. നമുക്കിപ്പോ പിന്നെ ഭക്ഷണം കഴിക്കാം. എനിക്കിവിടെ ആരുമില്ലാതെ ഒറ്റയ്ക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ വെക്കും. ആരുമില്ലാതെ എന്റെ റൂമിൽ പോയിട്ട് ഒരിക്കൽ മേമാജി വന്നിട്ട് കോലിയേട്ടങ്ങനെ മേമാജി വന്നിട്ട് പറഞ്ഞു, മൊയ്ലന്മാര് നല്ല വളവന്മാരാണ്. കാരണം അത് ഭക്ഷണം കഴിക്കാൻ ഒരു മറ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ ഇത് പിന്നെ അലമാരയൊക്കെ വെച്ചിങ്ങാണ്ട് ഒരു സംവിധാനം ഉണ്ടാക്കിയപ്പോൾ മൂപ്പര് വന്നിട്ട് നല്ല തമാശക്കാരനാണ് അങ്ങനെ പറഞ്ഞാണ്. അപ്പൊ അങ്ങനെ ആ മറയിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചാൽ ആരും പേരക്കുട്ടികളൊന്നും ഇപ്പൊ അവർക്ക് വരുമല്ലോ. അപ്പൊ അത് വരുന്ന ആ സ്ഥലത്ത് ഈ ഹദീസുകളൊക്കെ ഓർമ്മ വരണം. ഹദീസുകളൊക്കെ ഓർമ്മ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ എത്ര തിരക്കും എത്ര പ്രയാസങ്ങളൊക്കെ ഉള്ള ആളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ചിലപ്പോഴും സുജൂദിൽ അങ്ങനെ കിടക്കും. സഹാബത്ത് ചോദിച്ചു, വല്ല വഹയും വന്നോ എന്ന് ചോദിച്ചപ്പോ സഹാബത്തിനോട് പറയും, വഹി വന്നതല്ല, അത് പേരക്കുട്ടി വന്നിട്ട് പിന്നെ പുറത്തിരുന്നതാ. പേരക്കുട്ടി വന്ന് പുറത്തിരുന്ന ആ കുട്ടി നീച്ചോണ്ട എന്നാലേ സുജൂദിന് എഴുന്നേൽക്കാൻ കഴിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ കുട്ടി അങ്ങനെ ഇരുന്നത് കൊണ്ടിട്ട് ഞാൻ എഴുന്നേൽക്കാതിരുന്നതാണ്. ആ കുട്ടിക്ക് വേണ്ടി അള്ളാഹുമായി മുനാജാത്ത് ചെയ്യുന്ന അവസരത്തിൽ ഈ കുട്ടി കഴുത്തിൽ വന്നിരുന്ന റസൂലുള്ളാഹി അങ്ങനെ കൊടുക്കും. അങ്ങനെ ആ കുട്ടി നീച്ചു പോയാലേ ഇതിന് സുജൂദിന് നിൽക്കുള്ളൂ. ആ കുട്ടി നീച്ചു പോയാലേ സുജൂദിന് നിൽക്കുള്ളൂ. ഉമാമത്തെന്ന സൈനബാബിയുടെ മോളെ ഒരിക്കൽ നിസ്കരിക്കുമ്പോൾ ആ കുട്ടി വന്നപ്പോ നിസ്കരിക്കുമ്പോ എടുത്തു. റസൂലുള്ളാഹി നിസ്കരിക്കുമ്പോ ആ കുട്ടീനെ ഒക്കത്ത് വെച്ചിട്ട് നിസ്കരിച്ചു. റുക്കുക്ക് പോകുമ്പോ കുട്ടീനെ അവിടെ വെക്കും. പിന്നെ റുക്കുവും കഴിഞ്ഞ് സുജൂദ് കഴിഞ്ഞിട്ട് പിന്നെയും കുട്ടീനെ എടുക്കും. പിന്നെ റുക്കു പോകുമ്പോ പിന്നെയും കുട്ടീനെ അവിടെ വെക്കും. അങ്ങനെ നിസ്കരിച്ചിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് അങ്ങനെ കഴിയൂല. കാരണം 3 അനക്കം തുടർച്ചയായിട്ട് വന്ന നിസ്കാരം പാത്തിലായി പോകും. അപ്പൊ റസൂലുള്ളാഹിക്ക് അങ്ങനെ കഴിയും. അങ്ങനൊക്കെ നിസ്കരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിയും. അങ്ങനെ സ്നേഹം കൊടുത്ത് കുട്ടികളും പേരക്കുട്ടികളും വളർന്നാൽ അത് ആ വീട്ടിൽ നല്ല ഒരു അന്തരീക്ഷം ഉണ്ടാവും. ആ കുട്ടികൾ വേറെ ആളെ സ്നേഹിക്കും. നമ്മൾ അങ്ങോട്ട് സ്നേഹം കൊടുത്താലേ ആ സ്നേഹം ഇങ്ങോട്ട് തിരിച്ചു കിട്ടുള്ളൂ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പകരുള്ളൂ. സ്നേഹിക്കപ്പെടാതെ ജീവിച്ച അത് നമുക്കെല്ലാം മനസ്സിലാവും. സ്നേഹിക്കപ്പെടാതെ ജീവിച്ച കുട്ടികളെ വക്കൽ നിന്ന് നല്ല സ്വഭാവ ദൂഷ്യം ഉണ്ടാവും. കുറച്ച് സ്വഭാവ ദൂഷ്യം ഒന്നുമില്ല, നല്ല സ്വഭാവ ദൂഷ്യം. എപ്പോ നോക്കിയാലും ദേഷ്യപ്പെടുക, എപ്പോ നോക്കിയാലും അടുക്കുക, എപ്പോ നോക്കിയാലും ചീത്ത അറിയുക. ഇങ്ങനെ പെരേക്കണ്ട കുട്ടിക്ക് ചെല്ലാൻ കഴിയില്ല. പെരേക്കാണ് ചെല്ലുപ്പാനെ കാണുമ്പോഴത്തേനും ഒരു സിംഹത്തിനെ കണ്ട മാതിരി പേടിയാവും. അപ്പൊ അങ്ങനെ ആകുമ്പോ ആ കുട്ടികളെ വക്കൽ നിന്നിട്ട് സ്വഭാവ ദൂഷ്യങ്ങൾ കൂടുതൽ വരും എന്നത് അനുഭവങ്ങളാണ്. അത് സൈക്കാട്രിസ്റ്റുകളൊക്കെ അത് എഴുതിയിട്ടുണ്ട്. അതങ്ങനെ ചെയ്യരുത്. എങ്ങനെ കുറച്ചൊക്കെ
പിന്നെ സജർ ചെയ്യണം, ശക്തമായ രൂപത്തിൽ പറയണമെങ്കിൽ എപ്പോഴും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അത് കുട്ടികളുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തും. അവര് കള്ളന്മാരാകാനും അതേപോലെ തന്നെ മറ്റുള്ള പിടിച്ചുപറിക്കാരാകാനും അങ്ങനെ സ്നേഹം കിട്ടുന്ന സ്ഥലങ്ങളിൽ പെട്ടെന്ന് പോയി വീഴാനും ഒരുപാട് ചാൻസ് ഉണ്ടെന്ന് പറയപ്പെടുന്നു. പറഞ്ഞു വരുന്നത്, മഹാനായ അബൂ റബീഉൽ മാലിക്കി റളിയല്ലാഹു തആല അൻഹു നല്ലൊരു പാത്രം എടുത്തു. ആ പാത്രത്തിന് ഏതായിരുന്നാലും ഈ പാത്രമായിട്ട് പോകാം. അപ്പൊ പാലും തേനും കൂടി ഒരാടുന്ന് ഇപ്പൊ ഒരു പാലും തേനും കൂടി കിട്ടുന്നത് ഒരു അത്ഭുതമാണല്ലോ. പാലല്ല ആടുന്ന് കിട്ടുള്ളൂ, ഇപ്പൊ തേൻ എങ്ങനെ കിട്ടുക ആടുന്ന്? നമ്മൾ മനസ്സിലാക്കണം, ജല്ല ജലാലുവായ അള്ളാഹുവിനക്ക് അതിനൊക്കെ കഴിയും. ഒരാടിൽ നിന്ന് പാലും തേനും കൂടി എങ്ങനെ ലഭിക്കുന്നു? ഞങ്ങൾ സലാം ചൊല്ലി, അങ്ങനെ സലാം ചെല്ലുന്നതുകൊണ്ട് വിരോധമില്ല. സ്വാലിഹത്തുകളായ പ്രായമുള്ള ഉമ്മമാർക്കൊക്കെ സലാം ചെല്ലാവുന്നതാണ്, അതിന് വിരോധമില്ല എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ചെറുപ്പക്കാർത്തികളായ പെണ്ണുങ്ങൾക്ക് പുരുഷന്മാർ അങ്ങോട്ട് സലാം ചെല്ലൽ, ഫോണിൽ കൂടെ ആയിരുന്നാലും ശരി, എങ്ങനെ ആയിരുന്നാലും ശരി, അങ്ങോട്ട് സലാം ചെല്ലൽ കറാഹത്താണ്. ചെറുപ്പക്കാരത്തിയായ പെണ്ണ് ഇങ്ങോട്ട് സലാം ചെല്ലൽ ഹറാമുമാണ്. നേരെ മറിച്ച് ഒരു കൂട്ടം പെണ്ണുങ്ങളാണെങ്കിൽ ആ കൂട്ടം പെണ്ണുങ്ങൾക്ക് പുരുഷനിക്ക് സലാം ചെല്ലാവുന്നതാണ്, അതിന് വിരോധമില്ല. നേരെ മറിച്ച് ഇങ്ങനെ ഖൈർ കൊണ്ടും സലാഹ് കൊണ്ടും അറിയപ്പെട്ട ഉമ്മമാർക്ക് സലാം ചെല്ലാം, അവർക്ക് സലാം കൊടുത്തയക്കാം. ഒരു സലാം പറയണം, ഉമ്മാക്കിന്റെ ഒരു സലാം പറയണം കേട്ടോ, ഉമ്മാനോട് ദ്വാരക്കാൻ പറയണം എന്നൊക്കെ പറഞ്ഞേക്കാവുന്നതാണ്. അപ്പൊ ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ട്, ഞങ്ങൾ ചെന്നിട്ട് കുല്ല നുരീദു അൻ നറ ഹാദിഹിൽ ബറക്കത്തല്ലത്തി ദുക്കറത്തിലന അൻ ഹാദിഹി ഷാത്തില്ലത്തി എന്തൊക്കെ, ഞങ്ങൾക്ക് ഈ നിങ്ങളെ അടുത്തൊരു ആടുണ്ടെന്ന് കേട്ടു, ആ ആടിന്ന് പിന്നെ തേനും പാലും കൂടി, ഒരു ബർക്കത്തിന്റെ തേനും പാലും കൂടി കിട്ടുന്നെന്ന് പറഞ്ഞപ്പോ അപ്പൊ ഞങ്ങൾ തന്നെ ആ ആടിനെ കറന്നു. ഓൽക്ക് ആടിനെ കറക്കാൻ പരിചയമുള്ള ആൾക്കാരാണ്, ഔലിയാക്കന്മാരാണ്, സ്വാലിഹ്യങ്ങളാണെങ്കിലും അവിടെ ആടിനെ കറന്നിട്ട് അത് അങ്ങനെ തന്നെ കുടിക്കും. അത് പിന്നെ കാച്ചി കുടിക്കുമെന്നല്ല, അത് അങ്ങനെ തന്നെ പാല് കുടിക്കും. ഒട്ടകത്തിനെ കറന്നാൽ ആ ഒട്ടകത്തിന്റെ പാല് അങ്ങനെ തന്നെ കുടിക്കും. അപ്പൊ ഞങ്ങൾ കറന്നു നോക്കുമ്പോ തേനും പാലും കിട്ടുന്നു, ഒരാട്ടിന്ന് തേനും പാലും കിട്ടുന്നു. അപ്പൊ ശരിക്ക് കണ്ടു. അപ്പൊ ബോധ്യായപ്പോ ഞങ്ങൾ ചോദിച്ചു, ഇതെന്താ, ഇതെങ്ങനെയാ ഇതുണ്ടായത്? എന്താണ് ഈ ആടിന്റെ ചരിത്രം? എന്താണ് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം? വേറെ ആടുകളുണ്ട്, ആ ആടിനൊന്നും ഇല്ലാതെ ഈ ഒരു ആടിന് ഇത് രണ്ടും കൂടി കിട്ടാനുള്ള കാരണം എന്താണ്? ഞങ്ങൾക്കൊരു ചെറിയ ആടുണ്ടായിരുന്നു, ഞങ്ങൾ ഫക്കീറന്മാരായ ആൾക്കാരായിരുന്നു. ഒന്നും ഞങ്ങളടുത്ത് ഉണ്ടായിരുന്നില്ല, ഞങ്ങളടുത്ത് ഒരു സാധനവും ഇല്ല. ഞങ്ങൾ വളരെ ഫക്കീറന്മാരും സാധുക്കളും മിസ്കിമാരും കൂടിയല്ല, ഫക്കീറന്മാരാണ്, സാധുക്കൾ പറ്റ പാവങ്ങളാണ് ഞങ്ങൾ. അങ്ങനെ വന്നപ്പോ ഹദറൽ ഈദ്, വലിയൊരുനാൾ വന്നു. അപ്പൊ വലിയൊരുനാൾ വന്നപ്പോ ഫഖാലലി സൗജി വക്കാൻ റജുലുൻ സാലിൻ നദ്ബഹു ഷാത്ത ഫീ ഹാദൽ യൗം, എല്ലാരും ഉദ്ഹിയ്യത്ത് അറക്കുന്നുണ്ട്, നമുക്ക് ഈ ആടിനെ ഉദ്ഹിയ്യത്ത് അറക്കാം. ഒരാടേ ഉള്ളൂ, ആട് 2 വയസ്സായിട്ടുണ്ടാവും. ആ ആടിനെ നമ്മളൊന്ന് ഉദ്ഹിയ്യത്ത് അറക്കാന്ന് ഭർത്താവിനോട് പറഞ്ഞപ്പോ, അപ്പൊ ഞാൻ പറഞ്ഞു, ലാ തഫ്അൽ ഫഇന്നഹു ഖദ് റഖ്സലനാ ഫി തർക്കി വല്ലാഹു യഅലമു ഹാജതന. ഞാൻ പറഞ്ഞു, അതിപ്പോ ഉദ്ഹിയ്യത്ത് അറത്താല് നമുക്ക് ആകെ ഒരു ആടുള്ളതാണ്, ഈ ആടിന്റെ പാല് കൊണ്ടിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഉദയ്യത്ത് അറത്താൻ നമുക്കൊന്നും ഇല്ലാതാവുമല്ലോ, നമ്മൾ ഫക്കീറന്മാരാണ്, ഉദയ്യത്ത് അറക്കാൻ നമ്മളടുത്ത് ഇല്ലാന്ന് അള്ളാഹ്ക്ക് അറിഞ്ഞൂടെ നമ്മളടുത്ത് ഫക്കീറന്മാരാണെന്ന് അറിഞ്ഞൂടെ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഉദയ്യത്ത് അറക്കണ്ട എന്ന് ഞാൻ ഭർത്താവിനോട് പറഞ്ഞു. അപ്പൊ കണ്ടീല്ലേ, ഭാര്യയും ഭർത്താവും തമ്മിൽ മുഷാവറ ചെയ്യുന്നു. പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഭാര്യനോട് ചോദിക്കുക, സംസാരിക്കുക, നമ്മളിങ്ങനെ ചെയ്യല്ലേ എന്നൊക്കെ ചോദിക്കുന്നതൊക്കെ സാലിഹ്യങ്ങൾ ചെയ്തിരുന്ന കാര്യം തന്നെയാണ്. അപ്പൊ അവരോടൊന്ന് കൂടിയാലോചിച്ചിട്ട് അവരോടും കൂടി തീരുമാനം അറിഞ്ഞതൊക്കെ ചെയ്യണം എന്നില്ല. കൂടിയാലോചിക്കലൊക്കെ നല്ലതാണ്. എന്റെ വാപ്പ ചോദിക്കും, ഉമ്മ പറഞ്ഞതിന്റെ നേരെ എതിരായി, അങ്ങനെ ചെയ്യാം. അപ്പൊ ഒരിക്കൽ പറഞ്ഞെന്താ, ചോദിക്കാൻ വേണ്ടി റസൂലുള്ളാഹി പറഞ്ഞിട്ട് എതിര് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. കാരണം പെണ്ണിന്റെ ബുദ്ധി കുറഞ്ഞ ബുദ്ധിയാണ്, അതുകൊണ്ട് ചോദിക്കണത് നല്ല ആൾക്ക് തന്നെയാണ്. പിന്നെ പെണ്ണ് പറഞ്ഞ മാതിരി കേൾക്കരുത്, കാരണം പെണ്ണിന് കുറഞ്ഞ ബുദ്ധിയേ ഉള്ളൂ. അപ്പൊ അതിന് നേരെ ഉൾട്ടേ ചെയ്യാം, എപ്പോഴും അങ്ങനെ ചെയ്യാം. അപ്പൊ അതിന് ചോദിച്ചപ്പോ പറഞ്ഞാണത് കേട്ടാ, ചോദിക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞതിന്റെ നേരെ എതിര് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. രണ്ടും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോ അങ്ങനെ ഉദഹിയത്ത് അർത്തിയില്ല. അങ്ങനെ ഒരു ദിവസം ഒരു വിരുന്നേരം വന്നപ്പോ നമുക്കൊന്നും കൊടുക്കാനില്ല.
ഒന്നുമില്ല കയ്യിൽ. ഒരു വിരുന്നേരം വന്നു. അന്ന് വിരുന്നേരം വരാന്നാൽ ഈ വിരുന്നുകാരനായ ആൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഒക്കെ ഈ വിരുന്നുകാരുടെ വീട്ടിൽ വേണം. അങ്ങനെ അന്നത്തെ സമ്പ്രദായം. ഹോട്ടൽ സമ്പ്രദായം ഒന്നും ഇല്ലല്ലോ, ഹോട്ടലൊന്നും ഇല്ലല്ലോ. അപ്പൊ വിരുന്നേര് വന്നപ്പോ എന്താ ചെയ്യ, ഒരാൾ വന്നില്ലേ, ഇപ്പൊ എന്താ കാട്ടുക, നമ്മളെ കയ്യിൽ ഒന്നും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ വന്നപ്പോ ഭർത്താവിനോട് ഞാൻ പറഞ്ഞു, വിരുന്നുകാരൻ വന്നിരിക്കണം, വിരുന്നുകാരനെ ബഹുമാനിക്കാൻ അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. വിരുന്നുകാരെ ബഹുമാനിക്കണം, അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കണം, അവരോട് മുഖം കറുപ്പിക്കരുത്. നമുക്ക് വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകാം. ഒരു വിരുന്നുകാരൻ കയറി വന്നാൽ നല്ല നിലയ്ക്ക് സ്വീകരിക്കണം, അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കണം. ഇങ്ങനെയാണ് നമ്മോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നേരത്തെ ഉലഹീത്ത് അറുക്കുന്നതിന് തടസ്സം നിന്ന ഉമ്മയാണത്. ആ ഉമ്മ ഈ ആടിനെ അറക്കാൻ വേണ്ടി പറയാണ്, അപ്പൊ ഈ ആട് എടുത്തോളി, ഈ ആടിനെ കൊണ്ടുപോയിട്ട് അറുത്തിട്ട് ഈ വിരുന്നുകാരനായ ആൾക്ക് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുക എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഭർത്താവിനോട് പറഞ്ഞു, നമ്മൾ ഈ ആടിനെ അറക്കുന്നത് കുട്ടികൾ കണ്ടാൽ കുട്ടികൾ കരയും. കാരണം കുട്ടികൾക്ക് ആകെ കിട്ടുന്ന ഒരു പാല് ആടുന്നാണ്. കുട്ടികൾക്കൊരു ഭക്ഷണം ഈ ആടിന്റെ ഭക്ഷണമാണ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ആടിനെ അറുക്കുന്നത് കണ്ടാൽ കുട്ടികൾ എല്ലാവരും കൂടി വന്ന് കരയും. ചെറിയ മക്കള് ഐറ്റിങ്ങൾ ഈ ആടും പോയാൽ പിന്നെ ഐറ്റിങ്ങൾക്കൊന്നും കിട്ടാതെയാവും. അപ്പൊ ഓരൊക്കെ കരിയില്ലേ, നമ്മളെ കുട്ടികൾ കരിയില്ലേ നമ്മൾ ഈ ആടിനെ അറുക്കുന്നത് കണ്ടാല്. ഓൽക്ക് വേറൊന്നും ഇല്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പുറത്ത് കൊണ്ടിട്ട് അർത്തോളി. ഒരു മതിലുണ്ട് അവിടെ, ആ മതിലിന്റെ അപ്പുറത്ത് കൊണ്ടുപോയി അർത്തോളി. അപ്പൊ കുട്ടികൾ കാണൂലല്ലോ, ചെറിയ കുട്ടികൾ അങ്ങോട്ട് വരൂലല്ലോ. മതിലിന്റെ അപ്പുറത്തുണ്ട്, അവിടെ കൊണ്ടുപോയി അർത്തോളി. അങ്ങനെ ഫലമ്മ അറാഖദമഹ ഫറത്ത് ഷാത്തുൽ ജിദാരി ഫനദരത്തിൽ ബൈത്ത്. അങ്ങനെ നമ്മളെ ഭർത്താവ് ആ ആടിനെ മതിലിന്റെ അപ്പുറത്ത് കൊണ്ടിട്ട് അറുത്തു. അങ്ങനെ മതിലിന്റെ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് അറുത്തപ്പോ പെട്ടെന്നൊരാടുണ്ട് ചാടി വന്നു. ഇമ്മ പറയാണ്, മതിലിന്റെ ആ ഭാഗത്ത് നിന്ന് ഒരാടുണ്ട് വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇത് മൂപ്പരി ആടിനെ അറക്കാൻ വേണ്ടി കെട്ടിയപ്പോ ആട് പടഞ്ഞിട്ട് വന്നതാന്ന് ഞാൻ വിചാരിച്ചു. ഈ ഉമ്മ പറയാണ്, മിൻഹു, ഈ ആടിങ്ങനെ പടഞ്ഞിട്ട് ചിലപ്പോ കോഴിനെ അറക്കാൻ കെട്ടിയാൽ കോഴി പടഞ്ഞു പോണ മാതിരി ഈ ആട് പടഞ്ഞിട്ട് വന്നതായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാൻ ചെന്ന് നോക്കുമ്പോ മൂപ്പര ആടിനെ അറുത്തിട്ട് തോലൊക്കെ പൊളിക്കണം, ആടിനെ അറുത്തിട്ട് തോലൊക്കെ പൊളിക്കണം. അപ്പൊ ആ ആടല്ലത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹു ഒരു ആടിനെ നമുക്ക് എവിടുന്നു തന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അള്ളാഹ് ഒരു ഹൈറ്, നമ്മള് നല്ല ഇഖ്ലാസോട് കൂടെ, നമ്മൾ പ്രയാസവും വിഷമങ്ങളൊക്കെ സഹിച്ചിട്ട് നമ്മൾ ഇഖ്ലാസോട് കൂടെ അള്ളാഹിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ച്, മുത്തുനബി പറഞ്ഞതാണല്ലോ ഒരു വിരുന്നുകാരനെ ബഹുമാനിക്കണം ആദരിക്കണം എന്ന് മുത്തുനബി പറഞ്ഞതാണല്ലോ. അപ്പൊ ആ നിലയ്ക്ക് നമ്മൾ ചെയ്തപ്പോ അള്ളാഹു അത് സ്വീകരിച്ച് അതിന് പകരമായിട്ട് അള്ളാഹ് തന്ന, എവിടുന്നാ വന്നതെന്ന് അറിയില്ല, അള്ളാഹ്ക്ക് പേരൊക്കെ കഴിയുമല്ലോ, എവിടുന്നാ വന്നതെന്ന് അറിയില്ല, മതില് ചാടിയാണ്ട് ഏത് വന്നു, ഒരാട്, ആ ആടാണ് ഇത്, ആ മതില് ചാടി വന്ന ആടാണ് ഇത്. അന്ന് മുതൽ ഇന്നേ വരെ ഈ പാലും തേനും ഈ ആടിൽ നിന്ന് ഞങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തരുന്നു. അന്ന് മുതൽ ഇന്നേ വരെ അതാണ്, ഒരു തടസ്സവും പിന്നെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് പാലും തേനും ഏത് തരികയാണ്, ഈ ആട് തരുന്നു. ജല്ല ജലാലുവായ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്കും നൽകുന്നതാണ്. അപ്പോ നമ്മുടെ ഇഖ്ലാസ് അനുസരിച്ച്, അള്ളാഹും റസൂലും പറഞ്ഞതനുസരിച്ച് നമ്മൾ അമൽ ചെയ്യുമ്പോൾ ജല്ല ജലാലുവായ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അറിയാത്ത മാർഗത്തിലൂടെ നമുക്കും നമ്മുടെ കുടുംബത്തിനും മക്കൾക്കും എല്ലാവർക്കും ജീവിക്കുവാനുള്ള സൗകര്യങ്ങൾ ജല്ല ജലാലുവായ അള്ളാഹു ചെയ്തു തരും. അത് അള്ളാഹ് പറഞ്ഞ രൂപത്തിൽ നമ്മൾ ചെയ്യണം. മഹാനായ അബൂ റബീഉൽ മാലക്കി റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ മാത്രല്ല ധാരാളം ആൾക്കാർ അവിടെ വരുന്നുണ്ട്. വന്നിട്ട് ഈ കറാമത്ത് വലിയൊരു കറാമത്താണല്ലോ. അത് പാലും തേനും കൂടി ഒരാടിന്ന് കിട്ടുക, അത് ഓരോരുത്തരും കറന്നെടുത്തിട്ട് കുടിച്ചിട്ട് എന്ത് ചെയ്യാണ് പോണ്. അങ്ങനെ ഒരു സംഭവം മഹാനായ അബ്ദുല്ലാഹി യാഫിഈ റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ഇർഷാദുൽ യാഫി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് അവരെ പോലെ ജീവിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പെണ്ണിന് തൻ്റെ ഭർത്താവ് അല്ലാത്ത
ഒരാളുടെ മയ്യത്ത് കുളിപ്പിക്കൽ അനുവദനീയമായ ഒരു സ്ഥലമുണ്ട്, സമയമുണ്ട്. ഒരാൾ മരിച്ചാല് പുരുഷനാണെങ്കിൽ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് മകന്റെ മകൻ ഇങ്ങനെ അവരാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടത്. ബാപ്പാന്റെ ബാപ്പ, സഹോദരന്മാർ, ഇങ്ങനെ അനന്തരാവകാശികളായ ആൾക്കാർ, സ്വത്തിന്റെ അനന്തരാവകാശികളായ ആൾക്കാരാണ് ഒരു പുരുഷനെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത്. അങ്ങനെ അനന്തരാവകാശികളായ ആൾക്കാരില്ലെങ്കിൽ അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് അവരതിന് നേതൃത്വം കൊടുക്കണം, അവരത് ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്, അങ്ങനെയാണ്. അവരില്ലെങ്കിൽ പിന്നെ അന്യപുരുഷന്മാരാകാം, അന്യപുരുഷന്മാർക്ക് കുളിപ്പിക്കാവുന്നതാണ്. മയ്യത്ത് കുളിപ്പിക്കുന്ന പണിയുള്ള കാര്യമൊന്നുമല്ല, അത് ശ്രദ്ധിച്ചാൽ അത് നടക്കുന്ന കാര്യമാണ്. അന്യപുരുഷന്മാർക്ക് കുളിപ്പിക്കാവുന്നതാണ്. അവരും ഇല്ലെങ്കിൽ ഭാര്യയ്ക്ക് കുളിപ്പിക്കാവുന്നതാണ്. അവരും ഇല്ലെങ്കിൽ ഭാര്യയ്ക്ക് കുളിപ്പിക്കാവുന്നതാണ്. ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോ എന്റെ മയ്യത്ത് ഉമ്മയെ കുളിപ്പിക്കുന്നത് അറിഞ്ഞോട്. എന്തേ അപ്പൊ അങ്ങനെ വസീയത്ത് ചെയ്ത്, വസീയത്ത് ചെയ്താൽ എന്തെങ്കിലും വസീയത്ത് ചെയ്താലോ ഒക്കെ നടപ്പിലാക്കല. ശരഇന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും പറഞ്ഞാല് ശരഅ് പറഞ്ഞതിന് വിരുദ്ധമായിട്ടുള്ള വസീയത്തൊന്നും നടപ്പിലാക്കേണ്ടതില്ല. നടപ്പിലാക്കേണ്ട വസീയത്തുണ്ട്, ആക്കാൻ പാടില്ലാത്ത വസീയത്തുണ്ട്. അത് ശരഇന് വിരുദ്ധമാണ്. ശരയിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ പുരുഷന്മാർ അവർ കുളിപ്പിച്ചോളൂ. ആ പുരുഷന്മാർ ഇല്ലാത്തൊരു ഘട്ടത്തിൽ ഭാര്യയ്ക്ക് കുളിപ്പിക്കാം, അതിന് വിരോധമില്ല. ആ ഭാര്യ ഇല്ലെങ്കിലോ അന്യ പെണ്ണിനെ കുളിപ്പിക്കാം. കാരണം കുളിപ്പിക്കുന്നത് നിർബന്ധമുള്ളതാണ്. അന്യ പെണ്ണ് കുളിപ്പിക്കുമ്പോൾ സ്പർശിക്കാതെ കാണാതെ അങ്ങനെ കുളിപ്പിക്കണം എന്നാണ്. കയ്യുമ്മലൊക്കെ ഗ്ലൗസ് ഇട്ട് കണ്ണ് കെട്ടിയിട്ട് അങ്ങനെ കുളിപ്പിക്കണം എന്നാണ്. അന്യ പെണ്ണ് കുളിപ്പിക്കുമ്പോഴും അന്യ പുരുഷൻ അന്യ പെണ്ണിനെ കുളിപ്പിക്കേണ്ട ഘട്ടം വന്നാലും അങ്ങനെയാണ്. അങ്ങനെ ആ രൂപത്തിൽ കുളിപ്പിക്കണം എന്നാണ്. അപ്പോ അങ്ങനെ ധാരാളം വസീയത്തുകളുണ്ട്. എല്ലാ വസീയത്തും നടപ്പിലാക്കിക്കൊള്ളണം എന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ പറഞ്ഞു വരുന്നത്, പെണ്ണാണെങ്കിൽ ആ പെണ്ണിന്റെ മക്കള്, പെൺകുട്ടികള്, ആ പെണ്ണിന്റെ ഉമ്മ, സഹോദരിമാരുടെ പെൺകുട്ടികൾ, ഇവരൊക്കെയാണ് ആ പെണ്ണിനെ കുളിപ്പിക്കേണ്ടത്. അവരില്ലെങ്കിൽ അന്യ പെണ്ണിനെ കുളിപ്പിക്കാവുന്നതാണ്. അവർക്ക് കഴിയില്ലെങ്കിൽ അന്യ പെണ്ണിന് ഈ പെണ്ണിനെ കുളിപ്പിക്കാവുന്നതാണ്. അങ്ങനെ അന്യ പെണ്ണും ഇല്ലെങ്കിൽ ഈ പെണ്ണിനെ ഭർത്താവിന് കുളിപ്പിക്കാവുന്നതാണ്. അങ്ങനെയാണ് കുളിപ്പിക്കേണ്ട നിയമങ്ങൾ, അതാണ് ചെയ്യേണ്ടത്. അപ്പോ ഒരു പെണ്ണ് അവള് പ്രസവിക്കാനയക്കണം. പ്രസവിക്കാന് കുറച്ചേ ഉള്ളൂ. ആ സമയത്ത് അവളെ ഭർത്താവ് മരിച്ചു. ഭർത്താവ് മരിച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് അവള് പ്രസവിച്ചു. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഓളെ വേറൊരാള് കല്യാണം കഴിച്ചു, ഒരാൾ നിക്കാഹ് ചെയ്തു. അങ്ങനെ വന്നാൽ ഇയാൾ മരിച്ചിട്ട് 1 അരമണിക്കൂറായിട്ടുള്ളൂ. നമ്മൾ പറയുന്ന മസലയാണ്, ചെയ്യണം എന്നല്ല പറയുന്നത്. ചില ഘട്ടങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മസലയാണ്. ഇസ്ലാമിന്റെ ഒരുപാട് ആനുകൂല്യങ്ങൾ അറിയാൻ വേണ്ടി പറയാണ്. അപ്പൊ ഇവളെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് മരിച്ചാൽ 4 മാസവും 10 ദിവസവും എഴുതിയിരിക്കുക എന്നല്ല ഇദ്ദ. ഭർത്താവിന്റെ മരണത്തോടു കൂടെ ഉള്ള എഴുതിയിരിക്കണം. പക്ഷെ പ്രസവത്തോടു കൂടെ ഉള്ള എഴുത്ത് കഴിഞ്ഞു. ഏത് എഴുത്തയും പ്രസവത്തോടു കൂടെ കഴിയും. പ്രസവിച്ചു കഴിഞ്ഞാൽ ഏത് കഴിയും? എഴുത്ത് കഴിയും. അപ്പൊ ഭർത്താവ് മരിച്ചു, ഭർത്താവിന്റെ എഴുത്ത, ആ എഴുത്ത ഇരിക്കാൻ വേണ്ടിയിട്ട് ഓള് ഒരുങ്ങുമ്പോഴത്തേന് ഓള് പ്രസവിച്ചു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു പോയി. ഏത് യുദ്ധയും പ്രസവത്തോടു കൂടെ കഴിയും. യുദ്ധ കഴിഞ്ഞാൽ വേറെ ആൾക്ക് കെട്ടാലോ, യുദ്ധ കഴിഞ്ഞാൽ വേറെ ആൾക്ക് കല്യാണം കഴിക്കാലോ. കല്യാണം കഴിക്കേണ്ട ഒരു ആവശ്യം വന്നു എന്ന് വിചാരിക്കാം. അങ്ങനെ വന്നു, കാരണം പെട്ടെന്ന് ഇനിയിപ്പോ അവൾക്ക് ഒരു ഭർത്താവ് വേണമല്ലോ എന്ന് വിചാരിച്ച് ഭർത്താവിന് പെട്ടെന്ന് ഗൾഫിക്ക് വേണം. അപ്പൊ നിക്കാഹം ചെയ്തിട്ട് ആർക്ക് പോകാം, അയാൾക്ക് പോകുന്നതുകൊണ്ട് ഇവരോ ബന്ധപ്പെടലും മറ്റൊക്കെ വേറെ വിഷയം. കല്യാണം കഴിക്കേണ്ട ഒരു ഘട്ടം വന്നു, കല്യാണം കഴിക്കാവുന്നതാണ്. അങ്ങനെ കല്യാണം കഴിച്ച് നോക്കുമ്പോൾ ഈ പെണ്ണിന്റെ ആദ്യ ഭർത്താവാണ് മെച്ചെടുക്കണത്. അപ്പൊ ആദ്യ ഭർത്താവായല്ലോ, വേറെ ഭർത്താവ്. അപ്പൊ ആ ആദ്യ ഭർത്താവിന് ഈ ഒരു ഘട്ടത്തിൽ ആ ആദ്യ ഭർത്താവിനെ അവൾക്ക് കുളിപ്പിക്കാവുന്നതാണ്. വേറെ ആരും ഇല്ലെങ്കിൽ ഭർത്താവ്, അവൾക്കൊരു ഭർത്താവുണ്ട്. ഇപ്പോ ആ ഭർത്താവ് ഉണ്ടായിരിക്കെ തന്നെ ഇവളുടെ ആദ്യ ഭർത്താവിനെ ഇവൾക്ക് കുളിപ്പിക്കാവുന്നതാണെന്ന് മാത്രമല്ല, ആ ആദ്യ ഭർത്താവിന്റെ സ്വത്തിൽ ഇവൾക്ക് അവകാശമുണ്ട്. ആ ആദ്യ ഭർത്താവിന് മക്കളില്ലെങ്കിൽ
ഇവൾക്ക് 4ൽ 1 ഭാഗം കിട്ടും. മക്കളുണ്ടെങ്കിലോ 8ൽ 1 കിട്ടും. സ്വത്തിലും അവകാശമുണ്ട്. ഈ രൂപത്തിൽ ആ ആദ്യ ഭർത്താവിനെ അവൾക്ക് കുളിപ്പിക്കാവുന്നതുമാണെന്ന് മഹാന്മാരായ ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു പെണ്ണിന് വേണമെങ്കിൽ ഒരു അന്യപുരുഷൻ എന്ന് വേണമെങ്കിൽ പറയാം, അവനെ കുളിപ്പിക്കാവുന്ന ഇസ്ലാമിൽ ഷറഇൽ അനുവദിക്കപ്പെട്ട ഒരു സ്ഥലമാണിത്. ഈ സ്ഥലം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇദ്ദ കഴിയാൻ, അത് തലാഖിന്റെ ഇദ്ദയായിരുന്നാലും മരണത്തിന്റെ ഇദ്ദയായിരുന്നാലും പ്രസവത്തോടുകൂടെ ഇത് കഴിയും. ഇദ്ദ കഴിയും എന്നാണ് ഇസ്ലാമിന്റെ നിയമം. പ്രസവത്തോടുകൂടെ കഴിയും. ഇദ്ദ കഴിഞ്ഞാൽ അവളെ വേറെ ആൾക്ക് കല്യാണം കഴിക്കാവുന്നതാണ്. ഇദ്ദന്റെ കാലയളവിൽ കല്യാണം കഴിക്കാൻ പറ്റൂല. ഇദ്ദ കഴിഞ്ഞാൽ വേറെ ആൾക്ക് കല്യാണം കഴിക്കാവുന്നതുമാണ്. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ പക്കൽ നിന്ന് ഈ ഒത്തുകൂടൽ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് ചായ ഉണ്ടോ? ചായയും പലഹാരവും നൽകുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്ക് അല്ലാഹു അവരുടെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. പലയിടത്തും പല രൂപത്തിലുള്ള രോഗങ്ങൾ, ചുമയും ജലദോഷവും പനിയും അങ്ങനെ പലതും ഉണ്ട്. അല്ലാഹു എല്ലാവർക്കും ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഫിയത്ത്, സിഹത്ത്, സലാമത്ത് അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. എല്ലാ രോഗങ്ങളിലൊന്നും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه. السلام عليكم ورحمة الله وبركاته.